മക്കളെ, പൃഥ്വീസ് ആണ്. ഇതാ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു അല്ലേ? കുറെ പേര് വെക്കേഷൻ ഒക്കെ വീട്ടിലിരുന്ന് മടുത്തിട്ടുണ്ടാകും. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കട്ടെ എന്നുള്ള ആവേശത്തിലായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ 8ാം ക്ലാസ് വരെ അല്ലേ? കാരണം നമ്മൾ 7ാം ക്ലാസ് വരെ ഒരു UP സ്കൂൾ വരെ പഠിച്ചതിൽ നിന്ന് ഒരു വലിയ മാറ്റത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, അതും ഹൈസ്കൂളിലേക്ക്. അപ്പം മിസ് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു കുറേ മാറ്റങ്ങൾ നിങ്ങൾ കാണാൻ പോവാണ്. അതായത് ടീച്ചേഴ്സ് ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും, അത് മാത്രമല്ല കുറേ പുതിയ ഫ്രണ്ട്സിനെ, ചിലരിപ്പം സ്കൂളൊക്കെ മാറി പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടുന്നുണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഹൈസ്കൂളിലേക്ക് കയറുമ്പോൾ ഉള്ള ബേസിക് കാര്യങ്ങൾ കുറേ നമുക്ക് അറിയാനുണ്ട്. പ്രത്യേകിച്ച് മിസ് സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ബേസിക് സയൻസ് ഇന്ന് പഠിച്ച കുട്ടികളാണ്. ഇനി നമ്മൾ ഹൈസ്കൂളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കാൻ പോവാണ് അല്ലേ? എക്സാം ഒക്കെ ഒന്നിച്ചാണ് വരുമെങ്കിൽ കൂടെ മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തകരമായിട്ട് അതിന് രസകരമായ രീതിയിലാണ് നമ്മളത് കാണാൻ പോകുന്നത്. അപ്പം ഈ രീതിയിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ കൂടെ നമുക്കതിൻ്റെ ബേസിക്സ് വളരെ നിർബന്ധമാണ്. കാരണം ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ഒന്ന് അടുക്കി പെറുക്കി എന്ത് ചെയ്യാണ്, ഓരോന്ന് പടി മേലെ വരാൻ പോവാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ വലിയൊരു സ്കോളർഷിപ്പ് എക്സാം, നിങ്ങൾ USS ഒക്കെ എഴുതിയവർ, അത് ലഭിച്ച കുട്ടികളാണ്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന NMMS സ്കോളർഷിപ്പ് എക്സാമും കൂടിയുണ്ട്. അപ്പം അതിനെയും നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്കറിയാം നമ്മുടെ സൈലത്തിൽ പഠിച്ച കുറേ കുട്ടികൾക്ക് NMMS സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് അല്ലേ? അപ്പം നിങ്ങളുടെ സീനിയേഴ്സ് ഉള്ളവരോട്, ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം എത്രത്തോളം അതിനു വേണ്ടിയും കൂടെ പഠിക്കണമെന്ന്. കാരണം നമ്മൾ നമ്മുടെ സിലബസ് പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല 7ാം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളും 8ഉം 9ലും പഠിക്കുന്ന ബേസിക് കാര്യങ്ങളും കൂടെ പഠിച്ച് നല്ല രീതിയിൽ എക്സ്ട്രാ ഹാർഡ് വർക്ക് കൊടുത്താൽ മാത്രമേ NMMS നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതിനു വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാനാണെങ്കിലും ഏത് ലെവലിലാണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇനി മിസ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇങ്ങനെ ഒന്നേ എന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ള അത്രയും ഹാർഡ് വർക്ക് ചെയ്തവരാണ് ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, SSLC റിസൾട്ടൊക്കെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രത്തോളം ഹാർഡ് വർക്ക് അവർ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയത് എന്നുള്ളത്. അപ്പം നിങ്ങളും അതേപോലെ വലിയൊരു ഡ്രീം ഉള്ള കുട്ടികളാണ്. നമുക്കിനി 9 കഴിഞ്ഞ് 10ലൊക്കെ എത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം. അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ട് തരാനും എല്ലാ സബ്ജക്റ്റും, നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടുണ്ടാകും, ചിലത് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയാത്ത പ്രശ്നം ഉണ്ടാകും. ചിലപ്പോൾ ഒക്കെ കണക്കൊക്കെ മിസ്സാണെങ്കിലും പണ്ട് പഠിക്കുമ്പം കണക്ക് എഴുതി പഠിക്കാനുള്ള മടി കൊണ്ട് വെറുതെ വായിച്ച് പഠിക്കുമായിരുന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്, ഈ 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ ചെയ്ത് പഠിക്കണം, കുറേ ചെയ്ത് സോൾവ് ചെയ്താലാണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക അറിയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും ഓരോ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി നല്ലൊരു പ്ലാൻ സെറ്റാക്കി എല്ലാ സബ്ജക്റ്റും ഏത് ടൈമിൽ എങ്ങനെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നല്ല രീതിയിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യോദ്ധ ബാച്ച് ഉള്ളത്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ NMMS സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഷുവറായിട്ട് നേടാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളവരിൽ നല്ല രീതിയിലുള്ള ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്താൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ യോദ്ധ ബാച്ച്. അപ്പം ഏറ്റവും നല്ല ക്ലാസ്സുകൾ കിട്ടും, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് കിട്ടും. മാത്രമല്ല എല്ലാ ദിവസവും പ്രോപ്പർ ലൈവ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പഠിക്കണം എന്നുള്ളത് ചിന്ത മാറില്ല. കാരണം നിങ്ങൾക്ക് ആ കറക്റ്റ് ലൈവ് വരുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനും കൂടെ പറ്റും. നിങ്ങളെ തന്നെ എന്ത് ചെയ്യും, ഒരു റുട്ടീൻ ചെയ്ത് ടൈം ടേബിളിനനുസരിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ നോട്ട്സും PDF-ഉം Q&A സെഷൻസ് ഒക്കെ വരും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഒരു പരീക്ഷനെ നേരിടാൻ ഉറപ്പായിട്ടും റെഡിയായി സെറ്റായി പോകും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇനിയും വൈകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞങ്ങളെ കാണാനും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനും നിങ്ങളുടെ കൂടെ നമുക്കൊന്നിച്ച് തന്നെ നേടാം. സോ വെയിറ്റിംഗ് ദർ. ബൈ.